ഹലോ. അപ്പോൾ ഇന്ന് ഉച്ചത്തെ ലഞ്ചിൻ്റെ വിശേഷമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്. ഞങ്ങളുടെ ക്യാൻറ്റീനാണ് കേട്ടോ അവിടെ. അങ്ങോട്ട് പോവാണ്. ഞങ്ങൾ എന്നും അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാറ്. ഞാനെന്നും വീട്ടിൽ നിന്ന് കൊണ്ടുപോകാറുണ്ട്. എൻ്റെ കൂടെയുള്ള കുട്ടികൾ ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ അവർ അവിടെ നിന്ന് ഫുഡൊക്കെ ഓർഡർ ആക്കുകയാണ് കേട്ടോ. ആ ടൈം കൊണ്ട് ഞാൻ അവിടെ എവിടെയെങ്കിലും ഇരിക്കാൻ സ്പേസ് ഉണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പോൾ താഴെ ഒരുപാട് സ്പേസ് ഒന്നുമില്ല, എല്ലായിടത്തും ഫുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ മുകളിലേക്ക് കയറിയപ്പോൾ എവിടെ വേണമെങ്കിലും ഇരുന്നോളൂ എന്നുള്ള മട്ടിലായിരുന്നു കേട്ടോ. ആ സ്പേസ് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ഒരു സൈഡിൽ അങ്ങോട്ട് 3 പേരും കൂടി ഒന്ന് ഇരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ലഞ്ചൊക്കെ ഓപ്പൺ ചെയ്ത് തുടങ്ങി. ഞാൻ ഇന്ന് അച്ചാർ കൊടുത്തിട്ടുണ്ട്, പിന്നെ സുർക്കയിലിട്ട മുളക്, പുളിയിഞ്ചി, പിന്നെ പൈനാപ്പിൾ കിച്ചടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുളിയിഞ്ചി ഞാൻ എടുക്കുമ്പോൾ തന്നെ അത് അവിടെ വെക്കി ചേച്ചി എനിക്കും വേണമെന്നും പറഞ്ഞിട്ട് ഒരാൾ അതിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് അങ്ങോട്ട് നീക്കി വെച്ച് കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ രാജു ഓടി എത്തിയിട്ട് അവരുടെ ഫുഡുമായിട്ട്, നമുക്ക് എപ്പോഴും എന്തെങ്കിലും ഓർഡർ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ലാഗും ഇല്ലാതെ പെട്ടെന്ന് എത്തിക്കുന്ന ആളാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്നൊക്കെ കണ്ടപ്പോൾ ഒരു ഹായൊക്കെ പറഞ്ഞു. പിന്നെ ഒരുമയുണ്ടെങ്കിൽ ഒലക്കേമിൽ നിന്നാണല്ലോ. ഒരാൾ ചോറ് വാങ്ങിയിട്ടുള്ളൂ എങ്കിലും അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ 2 പേരായിട്ട്. അതിലും ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ അതിൽ ഞാനും കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ പൈനാപ്പിൾ കിച്ചടി അങ്ങനെ ഫുള്ള് ഞാൻ അവർക്ക് നീക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും ഐറ്റംസ് ഉണ്ടെങ്കിലും ചിക്കൻ കൊണ്ടാട്ടം കഴിക്കാനൊരു ആഗ്രഹമായിട്ടോ. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ അത് ഓർഡറാക്കി. അപ്പം നമ്മുടെ രാജു ഓർഡറാക്കിയതും അത് വേഗം തന്നെ നമുക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ കയ്യിലൊരു ചായ ഉണ്ട്, അത് നമുക്കല്ല, അത് തെറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ കൂടെ ഒരു നാരങ്ങ കിടന്നിരുന്നു കേട്ടോ. അതൊന്ന് നന്നായി ഒന്ന് പിരിഞ്ഞെടുക്കടിയെന്ന് ഞാൻ പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാനതങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവളുടെ മുഖത്ത് നോക്കുമ്പോൾ ഒരു കള്ള ലക്ഷണമൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് നിലത്ത് നേരെ ആ നാരങ്ങ വീണ് കിടക്കുന്നുണ്ട്. ഒരു തരി പോലും ചിക്കനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.